അവസാനം അവൻ തീരുമാനിക്കുന്നത് എന്താണെന്നറിയോ? ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഒരു വെള്ളക്കെട്ടിലേക്ക് വീണിട്ട് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന അവനെ അച്ഛൻ വന്ന് പിടിച്ചു. എന്നിട്ട് അച്ഛൻ അവനോട് പറഞ്ഞൊരു വാക്കാണ്. ആ വാക്ക് അവന്റെ ജീവിതത്തിന്റെ യൂട്ടേണായി മാറിയ വാക്കാണ്. അവന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച വാക്കാണ്. അച്ഛൻ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ആത്മഹത്യ ചെയ്തോ, ഞാൻ തടസ്സം പറയുന്നൊന്നുമില്ല. പക്ഷെ അച്ഛന് മോനോട് രണ്ട് കാര്യങ്ങളെ പറയാനുള്ളൂ. അത് കേട്ടിട്ട് വേണമെങ്കിൽ നീ ആത്മഹത്യ ചെയ്തു. നിനക്ക് ഈ ജീവിതത്തെ രണ്ട് നിലക്ക് സ്വീകരിക്കാം. ഒന്നുകിൽ നിനക്ക് ഇല്ലാത്തതിനെ കുറിച്ച് പരാതി പറഞ്ഞ് കാലം കഴിക്കാം, അതല്ലെങ്കിൽ ഉള്ളതിന് നന്ദി പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാം. ഒന്നുകിൽ ഇല്ലാത്തതിനെ കുറിച്ച് പരാതി പറഞ്ഞ് നിനക്ക് സങ്കടപ്പെട്ട് കഴിയാം, അതല്ലെങ്കിലോ ഉള്ളതിനെ ആഘോഷമാക്കിയിട്ട്, ഉള്ളതിനെ പെരുന്നാളാക്കിയിട്ട്, ഉള്ളതിന് നന്ദി പറഞ്ഞിട്ട് നിനക്ക് ഈ ഇത്തിരി പോകുന്ന ജീവിതത്തെ രസമുള്ളതാക്കാം. ആ ഒറ്റ വാക്കാണ് ആ കുട്ടിയുടെ യൂട്ടേണായി മാറി. ഇന്ന് ലോകപ്രസിദ്ധനായ ആളാണ് നിക്ക്. കല്യാണം കഴിച്ചു, ഒരു മോളൊക്കെ ആയി, ഭയങ്കര രസമായിട്ട് ജീവിക്കുന്നുണ്ട്. അച്ഛന്റെ ഒരൊറ്റ വാക്കാണ്. ഒന്നുകിൽ ഇല്ലാത്തതിനെ കുറിച്ച് പരാതി പറഞ്ഞു